ഇന്നത്തെ മാംഗല്യം സീരിയൽ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അവന്തികയുടെ പ്ലാനുകൾ പ്രകാരം തന്നെ അജയനുമായിട്ടുള്ള വിവാഹം നടക്കാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ഒരുക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി കയറി ചെല്ലുവാണ്. നീ ആണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? നിങ്ങളൊക്കെ ഇവിടെ എത്തിയോ? പിന്നെ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ ഇവിടെ എത്താതിരിക്കാൻ പറ്റുമോ അജയ? അപ്പോഴത്തേക്കും എന്താണ് അജയനും സച്ചിയും തമ്മിലുള്ള വഴക്കും അടിയും. പക്ഷേ ഇവരെല്ലാം ഇത് ചെയ്തിട്ടും അവന്തിക അവിടെ കുടുങ്ങപ്പെടുമെന്ന് വിചാരിച്ചിട്ടും അവന്തികയെ കുടുങ്ങുന്നതിന് പകരം അവന്തികയ്ക്ക് ഇച്ചിരി മുഖം വളിപ്പ് വന്നെങ്കിലും ധനുഷ് അവിടെ ഒരു വെടി പൊട്ടിക്കുന്നതും ധനുഷിന് ആ കുടുംബത്തിൽ ഒരു അംഗീകാരം സേതുമാധവൻ്റെ കയ്യിൽ നിന്ന് പോലും കിട്ടുന്നതും സച്ചിക്കാവട്ടെ നമ്മുടെ അതുപോലെ തന്നെ സന്ദീപിനാവട്ടെ നന്ദന് പോലും എന്താണ് അവന്തികയുടെ അത്ര കഴിവ് ഇവർക്കില്ല എന്ന് സേതുമാധവൻ പറയേണ്ട അവസ്ഥയിലേക്ക് വന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ എപ്പിസോഡിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എന്താണ് അജയൻ എന്താണ് അനക്കെ വിവാഹത്തിൻ്റെ സാരിക്കത്തുണ്ട്. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ മതി, നമ്മുടെ വിവാഹമാണ്, ഇനി ഇത്ര മിനിറ്റേ ഉള്ളൂ മുഹൂർത്തത്തിന്. അപ്പോൾ വിവാഹത്തിന് ഇരിക്കുമ്പോൾ ഇങ്ങനെ കരച്ചിലൊന്നും പാടില്ല, ഇത്രയും ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് അനഘ ഇതാക്കുന്നതും അനഘ വിടടാ എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ നമ്മുടെ അച്ചു കയറി വന്ന് എടാ എന്ന് പറഞ്ഞിട്ട് അച്ചു കയറി വരുമ്പോഴത്തേക്കും അജയൻ നോക്കുവാണ്. അപ്പോഴത്തേക്കും എൻ്റെ പിറകെ തന്നെ സച്ചിയുണ്ട്, സന്ദീപുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മീരേട്ടത്തെയും കട്ടയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് അജയ് നിങ്ങളൊക്കെ ഇവിടെയും കൂടെ കയറി വന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ അജയ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ ഇവിടെ കയറി വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറയുവാണ് എന്നാ വന്നതല്ലേ, വന്നത് നിങ്ങളെ കൊണ്ട് കല്യാണം ഉണ്ണിപ്പിച്ചിട്ട് തന്നെ വിടാന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയോ ഞാനാണ് അപ്പം നീയാണോ അനഘയുടെ കഴുത്തി താലി കെട്ടുന്നത്? ഞാൻ തന്നെ അനഘയുടെ കഴുത്തി താലി കെട്ടുന്നത്. അതെ നിനക്ക് താലി കെട്ടാൻ പറ്റത്തില്ലല്ലോ അജയ എന്ന് പറയുമ്പോൾ അജയനൊന്ന് ഇട്ടുവോ, ഇവൻ എന്തോ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിനക്ക് താലി കെട്ടാനുള്ള നിൻ്റെ രണ്ട് കൈയും ഞാനിപ്പോൾ അങ്ങ് തല്ലി ഒടിക്കത്തില്ലേ, പിന്നെ നീ എങ്ങനെ താലി കെട്ടും എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവന് ഇഞ്ച പരുവത്തിലേക്ക് ഇട്ട് ഒറ്റ തല്ലുകളാണ് എല്ലാവരും കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്തിനകം വെച്ച് അജയൻ്റെ ഗുണ്ടകൾ എന്താണ് അനഘയെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഗുണ്ടകളെ തകർത്തിട്ടുകൊണ്ട് നമ്മുടെ അച്ചു ആവട്ടെ നമ്മുടെ മീരടുത്തി അവിടെ അവരെല്ലാവരും കൂടി ചെന്നിട്ട് എന്താണ് അനഘയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാണ്. അങ്ങനെ അജയൻ ഇഞ്ച പരുത്തി ഇടിച്ച് അവിടെ ഒരു ചെയറിനകത്ത് കെട്ടിയിട്ടിട്ട് അത് അജയൻ്റെ ചുണ്ടിന്നൊക്കെ അന്ന് ചോര ഒഴുകി ഷർട്ടിൽ വീഴുവാണ്. നിൽക്കുന്ന സമയത്തിലേക്ക് അവർ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും അനഘ പറയുന്നുണ്ട് ഏട്ടത്തിയോടത്ത് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, ഇതിനെ എങ്ങനെ നന്ദി അറിയിക്കുമെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ അടുത്ത് ഞാനല്ലേ പറഞ്ഞത് നിൻ്റെ കല്യാണം നടത്തത്തില്ല എന്ന് ഞാൻ ഒരു വാക്ക് തന്നില്ലേ, അത് ഞാൻ നടത്തത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നടത്താത്ത തന്നെ ഇരുന്ന് നിനക്ക് ഇപ്പം ബോധ്യമല്ലേ ഏട്ടത്തി തന്ന വാക്കൊന്നും ഏട്ടത്തി എന്താണ് പാലിക്കാതിരിക്കത്തില്ല എന്നുള്ളത്. എൻ്റെ ആദരമോളെ പോലെയും അതുപോലെ തന്നെ സ്നേഹമോളൊക്കെ പോലെ തന്നെ ഞാൻ നിന്നെയും കണ്ടിട്ടുള്ള അനഘയല്ല, നിന്നെ ഞാൻ വേറൊരു കണ്ണിനെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ നീ അത് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ലാത്തേ ഉള്ളൂ. എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ, അത് തന്നെ ഏട്ടത്തേക്ക് വളരെ സന്തോഷം. പിന്നെ നീ കാണിക്കുന്ന ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല, കാരണം നീ കാണിക്കുന്ന തെറ്റുകൾ അത്രയും വലിയ തെറ്റുകളാണല്ലോ. അപ്പം ആ തെറ്റുകൾക്കൊക്കെ നിൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിക്കണം. നിൻ്റെ അടുത്ത് ആ സമയത്തുള്ള ദേഷ്യമില്ലാതെ പിന്നെ അതൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഒന്ന് മീരടുത്തി പറയുന്നുണ്ട്. അത് തന്നെ അങ്ങനെ തന്നെ പറച്ചു, കാരണം ഞങ്ങൾ ആരും നീ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ചെയ്ത് കൂട്ടി എല്ലാ തെറ്റുകളും മറന്നിട്ട് നിൻ്റെ കൂടെ നിന്നില്ലേ, അതാണ് ഞങ്ങൾ. അല്ലാതെ മനസ്സിൽ വെച്ച് പെരുമാറുന്ന അവന്തികയുടെ പോലത്തെ പ്രതികാര സ്വഭാവം ഒന്നും ഞങ്ങളുടെ ഇടയിലില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഒറ്റൊരു കാര്യമേ ഉള്ളൂ, നീ നിൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല, ഇത് നിനക്ക് കിട്ടിയിരുന്ന പുതിയൊരു ജീവിതമാണ്, ഇനി അനഘ മാറണം, അനക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പോകണം. ഉടനെ സന്ധ്യ പറയുന്നുണ്ട് പഴയ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് താൻ ഒരു പുതിയ ലൈഫ് തുടങ്ങണോ, താൻ ഹാപ്പി ആയിട്ട് ഇരിക്കണോ, അതാ ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും അനഘ എന്താണ് ചിരിക്കുവാണ്. ഉടനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അനഘയുടെ പണ്ട് അനഘ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ കാണിച്ചു കൂട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിനി അത് അറിയാനും താല്പര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ അനഘ ഇനി അങ്ങനത്തെ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ തെറ്റുകളെല്ലാം ചെയ്ത ജീവിതം ഇതോടെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തുടങ്ങണം, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അത്രയേ ഉള്ളൂ മോളെ. നീ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇവളെന്തായാലും ഭയങ്കര ടയർഡായിട്ടാണ് തോന്നുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സേതുമാധവൻ്റെ കോള് ഈ സച്ചിയുടെ ഫോണിൽ വരുവാണ്. എന്താ അച്ഛാ? അപ്പോഴേ മീരയുടെ എന്തോ അർജൻറ്റാന്ന് തോന്നുമല്ലോ, നിങ്ങളെല്ലാവരും ഇപ്പോൾ എവിടെ ആണെങ്കിലും അങ്ങോട്ടേക്കൊന്ന് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ അച്ഛൻ ഞങ്ങൾ ഇപ്പം പുറപ്പെട്ട് കഴിഞ്ഞു, എന്തോ അർജൻറ്റാന്ന് പറയുന്നത്, നമുക്ക് അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ തോന്നുന്നു മീരടുത്ത് പറയുമ്പോഴത്തേക്കും മീരടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമ്മൾ സച്ചി പറയുകയാണ് അച്ഛൻ വിളിച്ച് നമ്മൾ അത്യാവശ്യം അവിടെ ചെന്നൈ പറ്റത്തുള്ളൂ, എൻ്റെ അടുത്ത് സന്ദീപിടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താണ് അനഘയും വിളിച്ചുകൊണ്ട് എന്താണ് എവിടെയെങ്കിലും പോയി അവർക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ ഇട്ട് ഒരു ട്രിപ്പൊക്കെ ഇട്ടിട്ട് അപ്പോഴത്തേക്ക് അവളൊന്ന് ഉഷാറാകും, കാരണം ഭയങ്കര ടയർഡായിട്ട് ഇരിക്കുവാണെന്ന് പറയുമ്പോഴത്തേക്കും അതിനുവേണ്ടി അവരങ്ങ് പോകണം. നേരെ സച്ചിയും അതുപോലെ തന്നെ സന്ദീപും കൂടെ ചെന്ന് നേരെ കാർ എടുത്ത് വീട്ടിലേക്ക് വരണം. ഉടനെ നന്ദൻ നിൽപ്പുണ്ട്, അവന്തിക നിൽപ്പുണ്ട്, ഇവരുടെ മുന്നിൽ തന്നെ സേതുമാധവൻ ഭയങ്കര ദേഷ്യം നിൽക്കുകയാണ്. അപ്പം സേതുമാധവൻ്റെ ദേഷ്യം കണ്ട് നന്ദൻ നിൽക്കുന്ന കണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നതാണ് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ നമ്മുടെ സന്ദീപും കയറി വന്ന് അവരും കൂടെ നിൽക്കുമ്പോൾ എൻ്റെ മക്കൾ ഇത് ഓഫീസിൽ എന്താ കാണിച്ചു കൂട്ടുന്നത്, നിങ്ങളൊക്കെ കമ്പനി മുടിപ്പിക്കാൻ തന്നെ ഇറങ്ങിയോ, ഞാനൊരു തീരുമാനം എടുക്കുവാണ്, ഈ കമ്പനി നാളെ ഞാൻ വിൽക്കുവാണ്, കാരണം സ്വരം നന്നായിരിക്കും പാട്ട് നിർത്തണമെന്ന് പറയുന്ന പോലെ കമ്പനി നന്നായി ഇപ്പോൾ കച്ചവടത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിർത്തുന്നതാണ് നല്ല, നിങ്ങളൊന്ന് നീയൊക്കെ ബിസിനസ് പഠിച്ചു, അതിനു വേണ്ടി എഴുതി പാസ്സായി പരീക്ഷയൊക്കെ പാസ്സായി എന്ന് പറയുന്നു, ഇതൊക്കെ പാസ്സായിട്ടും ഇന്ന് വരെ
ഇന്ന് വരെ നെല്ലിശ്ശേരി ഗ്രൂപ്പിന് ഒരു ബിസിനസ് നഷ്ടപ്പെട്ടില്ല. ഇത് ആദ്യമായിട്ട് ഒരു കോൺട്രാക്ട് ലേലത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? അച്ഛൻ എന്തോ പറയുന്നത് മനസ്സിലാകാത്ത രീതിക്ക് ഇങ്ങനെ എൻ്റെ മക്കൾ നോക്കിയിരിക്കുന്നത്. എൻ്റെ 3 ആമക്കളും ഈ തലപ്പത്ത് വന്ന ശേഷമാണ് ഈ കമ്പനി ഇത്രയും നശിച്ചിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു അടി നമുക്ക് കിട്ടിയിട്ടില്ല. അതൊരു പുതിയ കമ്പനി നമ്മുടെ ലേലം പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്കുള്ള എൻ്റെ ആമക്കളുടെ കഴിവ്. നന്ദൻ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ബിസിനസ്സൊക്കെ അങ്ങ് മറന്നുപോയോ സന്ദീപേ? പിന്നെ നീ പുറത്തൊക്കെ പോയി ബിസിനസ്സൊക്കെ പഠിച്ചത് എന്തിനായിരുന്നു? പിന്നെ ഈ രാവിലെ ഇവർ നിങ്ങൾ 3 പേരും കൂടെ കെട്ടി എഴുന്നള്ളി പോകുന്നത് എന്തിനാണ്? എൻ്റെ ആ മക്കളെ ഈ കമ്പനി മുടിപ്പിക്കാനോ? നിങ്ങൾ നെല്ലിശ്ശേരി ഗ്രൂപ്പിനെ നിങ്ങൾ എന്താണ് നശിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് വേണ്ട. ബിസിനസ്സിൽ എപ്പോഴും വിശ്വാസം അതുപോലെ തന്നെ നിലനിർത്തുന്ന ഒരു പേര് അത് അത്യാവശ്യമാണ്. ഇന്ന് വരെ സേതുമാധവൻ്റെ കയ്യിൽ ഈ ബിസിനസ് തലപ്പത്ത് നിന്നപ്പോൾ ഞാൻ തോറ്റു കൊടുത്തില്ല. എന്തിന് നിങ്ങളെല്ലാം തലപ്പത്ത് എൻ്റെ ആ മക്കൾ കയറുന്നതിന് മുമ്പ് അവന്തിക ഇതിൻ്റെ ഹെഡായിരുന്നപ്പോൾ പോലും ഈ കമ്പനിക്ക് ഇങ്ങനത്തെ ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. ആ നഷ്ടമാണ് ഇന്ന് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പിടിപ്പില്ലായ്മ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഈ കമ്പനി വിട്ട് അതിൻ്റെ ഷെയർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തരാം. അപ്പോൾ എല്ലാവരും കൂടെ ആ ഷെയറും കൊണ്ടങ്ങ് പോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നെല്ലിശ്ശേരിയിൽ സേതുമാധവൻ ഇത്രയും കാലം കെട്ടിപ്പിടുത്ത ബിസിനസ് എന്ന് പറയുമ്പോൾ ഇന്ന് വരെ ബിസിനസ്സിൽ തോറ്റ ചരിത്രം നമുക്കില്ല. നിങ്ങളുടെ കൂടെ വേറെ ഒരാളും കൊണ്ടല്ലോ വലിയൊരു വൈസ് പ്രസിഡന്റ്. അവനെന്തേ ഇതുവരെ വന്നെത്താറായില്ലേ? അച്ഛൻ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പം വരുന്നേ ഉള്ളൂ നന്ദൻ പറയുന്നു. എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവരൊക്കെ ഇട്ട് വഴക്ക് പറയുന്നതും നന്ദൻ്റെ അടുത്തൊക്കെ എന്താണ് അവന്തിക്കുള്ള കഴിവ് പോലും ഇല്ലയെന്ന് പറഞ്ഞൊക്കെ കേട്ട് ശശിക്കൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതച്ഛ എന്തോ ഒരു പിഴവ് സംഭവിച്ചു പോയതാണ്. ആ പിഴവ് സംഭവിക്കുന്ന മുമ്പ് നീയൊക്കെ കണ്ടെത്തണമായിരുന്നു. അതിന് പോലും പോക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്ര കാലം കൊണ്ട് എന്ത് ബിസിനസ് പഠിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്തിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ കഴിവ് പോലും ഇവമാർക്കില്ലാന്ന് പറയാമെന്നല്ലോ. അതും അല്ലാതെ ഇതാണല്ലോ നമ്മുടെ ധനുഷ് കൊടുത്ത പണി എന്ന് സന്തോഷം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ധനുഷിൻ്റെ ഇതൊക്കെ കേട്ട് സ്നേഹം എന്താണെന്നറിയോ? അയ്യോ ചേട്ടന്മാർക്ക് വഴക്ക് കേൾക്കുന്നല്ലോ എന്നിട്ട് ഭയപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ധനുഷിൻ്റെ എൻട്രി വരുന്നത്. നമ്മുടെ ധനുഷിന് എൻട്രി വരുമ്പോഴത്തേക്കും തനിക്കിപ്പോഴാണ് വന്നെത്താൻ സമയം കിട്ടിയത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സാർ ഞാൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയതാണ്, അത് നടന്നില്ല. എന്ത് അത്യാവശ്യത്തിന് കമ്പനി എന്തായാലും കുളമാക്കി തന്നിട്ടുണ്ടല്ലോ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭയങ്കര വലിയ ബിസിനസ് കളിക്കുമല്ലായിരുന്നു. ഇതാണ് തൻ്റെ വലിയൊരു കഴിവെന്നൊക്കെ പറഞ്ഞത്. സാർ അത് വേറൊന്നുമല്ല, നമ്മുടെ കോൺട്രാക്ട് നമുക്ക് തന്നെ കിട്ടി. ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. നമുക്ക് തന്നെ ലേലം കിട്ടിയെന്നോ? അതെങ്ങനെ കിട്ടി? അത് മറ്റൊരാൾ എടുത്തല്ലേ സാർ? അത് അവർ കമ്പനി എലിജിബിലിറ്റി പോലും കള്ളത്തരം കാണിച്ചാണ് അത് കോൺട്രാക്ട് നേടിയത്. അവർ ഒത്തിരി ഫോർജറി കാണിച്ചെടുത്ത കോൺട്രാക്റ്റാണ്. അപ്പം ഞാൻ അതൊക്കെ എന്താണ് ഇന്ന് പോയി എക്സിക്യൂട്ടീവിനെ കണ്ട് സംസാരിച്ച് അതിനുവേണ്ടി അദ്ദേഹം വരാനായി കാത്തിരുന്നപ്പോഴാണ് കുറച്ച് നേരം വൈകിയത്. പിന്നെ എല്ലാം എത്തിയിട്ട് വന്നിട്ട് ഇവിടെ പറയുന്നത് വെച്ചാൽ നന്ദ സാറേ ഞാൻ പറഞ്ഞില്ലേ സാർ സമാധാനമായി പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ നാളെ ആകുമ്പോഴത്തേക്ക് ഇത് ശരിയാക്കുന്നു. കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിനോട് വന്നൊന്നും പറയാത്തതെന്ന് സേതുമാധവൻ്റെ അടുത്ത് പറയുമ്പോൾ സേതുമാധവൻ അങ്ങ് കണ്ണൊക്കെ നിന്ന് സന്തോഷമാകുമ്പോഴത്തേക്കും നമ്മുടെ അച്ചുവും അതുപോലെ അനക്കെ കയറി വരുമ്പോഴത്തേക്കും സേതുമാധവൻ ഈ ധനുഷിനെ കെട്ടിപ്പിടിച്ച് കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നതും ഇത് കേട്ടുകൊണ്ടാണ് ഇവർ വരുന്നത്. കൺഗ്രാറ്റ്സോ എന്താണ് മിടുക്കെന്നോ ഇതെന്തോ ഈ പറയുന്നത് എന്നൊന്നും മനസ്സിലാവാതെ ഇവരെല്ലാവരും അന്തം വിട്ടിരിക്കുമ്പോഴത്തേക്കും ധനുഷിൻ്റെ കഴിവിനെ കുറിച്ച് പുകഴ്ത്തുന്നതും അത് കേട്ട് നന്ദനാവട്ടെ സച്ചിയാവട്ടെ എല്ലാം സന്തോഷപ്പെട്ടിരിക്കുന്നതും അവന്തികയുടെ മുഖത്ത് അത്ര തെളിച്ചൊന്നുമില്ല. അവന്തികയുടെ മുഖം കാർമേഘ ഇരുണ്ട് കൂടിയ പോലെ തന്നെ ഇരിക്കുവാണ്. എന്തിനാ പുകഴ്ത്തിയെന്നോ ഇതൊന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് നമ്മുടെ അച്ചുവൊക്കെ. പക്ഷേ ഇതെല്ലാം കേട്ട് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ സ്നേഹയുടെ മുഖത്ത്. കാരണം ഏട്ടന്മാരുടെ കഴിവിനേക്കാളും മികച്ചതാണെന്ന് ധനുഷിൻ്റെ കഴിവ്. ധനുഷിന് ഇത്രയും വലിയ നല്ല കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ ആശംസിച്ചല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷത്തിനകത്ത് നമ്മുടെ സ്നേഹം നിൽക്കുമ്പോഴത്തേക്കും സേതുമാധവൻ ധനുഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ബിസിനസ്സിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ വിശ്വാസം നേടിയെടുക്കാൻ തനിക്ക് കഴിഞ്ഞു. താൻ വലിയ മിടുക്കൻ തന്നെയാണ്. ഞാൻ തന്നെ സമ്മതിച്ചിരുന്നു. കാരണം എന്തായാലും എൻ്റെ മാനം താൻ കാത്ത് രക്ഷിച്ചു. ഞാൻ തോറ്റുപോയെന്ന് വിചാരിച്ച സ്ഥലത്ത് എന്നെ നീ ജയിപ്പിച്ചു. ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് ധനുഷിനെ കെട്ടിപ്പിടിച്ച് ഇതാക്കുമ്പോഴത്തേക്കും മീരയ്ക്കും അച്ചുവിനൊന്നും സഹിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ പൈസ കിട്ടിയ ലാഭം കൊണ്ട് പോകുന്നതിന് പകരം ഈ ധനുഷ് ഇവിടെ കാശ് കൊണ്ടുവന്ന് ഇവന്മാരെ വിശ്വാസം നേടാൻ വേണ്ടി തൊലച്ചല്ലോ എന്നുള്ള സങ്കടത്തിനകത്ത് നമ്മുടെ അവന്തിക നിൽക്കുന്നതാണ് ഇന്നത്തെ ദിവസം എപ്പിസോഡിനകത്ത് കളയുന്നത്. ഇതിനിടയ്ക്ക് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന അവന്തിക ഈ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ഇന്നും കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ പ്രതീക്ഷിച്ചാലും അതൊന്നും എവിടെ പൊട്ടുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്താണ് ഗാർഡൻ ഏരിയയ്ക്കകത്ത് നമ്മുടെ ആതിര എന്താണ് ആതിരെ അടിച്ചിട്ടാണല്ലോ സന്ദീപ് അവിടെ നിന്ന് പോയത്. പിന്നെ തിരിച്ചു വന്നിട്ടും ഇതൊന്നും സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. അപ്പം എന്താണ് ആതിര അവിടെ ഗാർഡൻ ഏരിയയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും സന്ദീപ് വന്നിട്ട് എടോ അനക്ക ഒരു വലിയൊരു പ്രശ്നത്തിലായിരുന്നു, അതിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ പോയത്. സന്ദീപിൻ്റെ അടുത്ത് പോകണ്ടെന്നിട്ട് സന്ദീപ് പോയതല്ലേ, ഞാൻ തന്നെ അടിച്ചതിനകത്ത് തനിക്ക് വിഷമമുണ്ടോ? എൻ്റെ വിഷമം ഇപ്പം ചോദിക്കാനെന്ന് താൻ ഗർഭിണിയായിട്ട് തന്നെ അടിക്കരുതെന്ന് എനിക്ക്. അപ്പോൾ ഗർഭിണി അല്ലാതെ ഞാൻ അടിച്ചതന്നെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് താൻ എന്തിനാണോ ആതിര ഇത്രയും ചൂടാവുന്നത്? ഞാൻ അതിനു വേണ്ടി ഒന്നും പറഞ്ഞല്ലോ. താനൊന്ന് ആലോചിച്ചു തൻ്റെ ചേച്ചി ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്ര അത്യാവശ്യമില്ലാത്തൊരു കാര്യത്തിന് തൻ്റെ ചേച്ചി ഇറങ്ങി പുറപ്പെടുമോ? എനിക്ക് അതാണ് മനസ്സിലായത്. എൻ്റെ ചേച്ചിക്കും എൻ്റെ ഭർത്താവിനൊക്കെ ഇങ്ങനെ അനക്കയുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര ശ്രദ്ധ? എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴേ താൻ എന്തുകൊണ്ട് ആതിര ഇങ്ങനെ ആകുന്നത്? അവളൊരു പാവമല്ലെന്ന് പറയുമ്പോഴേ അവൾ പാവമാണ് അപ്പം ഞാനൊന്ന് ഭയങ്കര എന്ന് പറയുമ്പോഴത്തേക്ക് താനൊരു മനസ്സമാധാനം ഞാൻ തനിക്ക് മനസ്സമാധാനം തരുന്നില്ല എന്നൊന്നു ആതിര എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ചു കുറച്ച് നേരം നോക്കി നിൽക്കുമോ ഇവളെന്തോ ഇങ്ങനെ കാണുന്ന സന്ദീപിൻ്റെ അടുത്ത് ഇത്ര വഴക്കുണ്ടാക്കുന്ന പറഞ്ഞിട്ട് അച്ചു പറഞ്ഞു ആതിരെ നിൻ്റെ പ്രശ്നം എന്തുവാ? നിൻ്റെ പ്രശ്നം എന്താണെന്ന് പറ. നീ കുറേ നേരമായല്ലോ പോകാൻ നിൽക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിന്ന്
നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയട്ടെ. എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേച്ചി. അത് ഞാൻ പല കാര്യങ്ങളും ഞാൻ കണ്ടതും കേട്ടതുമായിട്ട് പറയണമെന്നിട്ട് ഇരിക്കുമ്പോഴത്തേക്കും മാറുമല്ലോ. നീ എന്താ കണ്ടത് കേട്ടെന്ന് പറഞ്ഞാലല്ലേ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല നീ മനസ്സിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്നിട്ട് നീ ഇങ്ങനെ പെരുമാറുന്നുണ്ട് ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനേക്കാൾ അപ്പുറത്തോട്ട് നീ ഇത് തന്നെ ആവർത്തിക്കാൻ, ഈ സ്വഭാവം ആവർത്തിക്കാൻ നിൽക്കുന്നത് നിനക്ക് അടി തരുന്നത് സന്ദീപാവത്തിൽ അടുത്തടി തരുന്നത് ഞാനാക്കി തരുന്നത്. നിന്റെ ചേച്ചിയെക്കുറിച്ച് നിനക്ക് അറിയാലോ. പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ നടത്തുന്ന കൂട്ടത്തിനകത്താണ് നിന്റെ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ആതിരയ്ക്ക് സങ്കടം വരുവാണ്, വീണ്ടും കരയുവാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടതൊക്കെ എങ്ങനെ ചേച്ചിയെടുത്ത് പറയാൻ പറ്റും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണ് ഒരു പരിപാടി രക്ഷ നടക്കുന്നത് അച്ചുവിൻ്റെ സ്റ്റാൻഡിങ്. അച്ചു പറയുന്നുണ്ട് നീ ഈ വീട്ടിലേക്ക് കയറി വന്ന എങ്ങനെയാ നീ ഓർക്കണം. അപ്പോൾ ഈ വീട്ടിനകത്തുള്ളവരുടെ മനസ്സിനെ വിഷമിക്കത്തക്ക രീതിയിൽ ഒരു രീതിയിലും പെരുമാറാൻ പാടില്ല. സന്ദീപിൻ്റെ ഒറ്റ ഒരു വാശിക്കാണ് നിന്നെ ഇവിടെ കയറ്റിയത്. അപ്പോൾ സന്ദീപിൻ്റെ മനസ്സിനെ ഇങ്ങനെ വിഷമിക്കുന്ന രീതിയിൽ നീ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ നിന്നെ ഞാൻ അടിക്കാത്തത്, നിന്നെ വഴക്ക് പറയാത്തത്, പറഞ്ഞാൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനത് കേടാന്നുള്ള കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ്. അത് എന്നെക്കാളും കൂടുതൽ അത് ആലോചിക്കേണ്ട കാര്യം നീ ഈ സങ്കടപ്പെടുമ്പോൾ നിന്റെ കുഞ്ഞിന് എന്ത് കേടാന്ന് ആലോചിക്കേണ്ട വ്യക്തി നീയാണ് എന്ന് പറയുമ്പം ഇതൊന്നിനും ഒരു വാക്ക് പറയാൻ നിൽക്കാൻ പറ്റാതെ ആതിരെ നിൽക്കുന്നു. കാരണം കണ്ട കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ എങ്ങനെ നാണം കെടുത്താനും ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ അത് എനിക്ക് തന്നെ കുറച്ചിലായതുകൊണ്ട് സന്ദീപ് ഞാൻ പറയാത്ത എന്ന് അച്ചു പോയതിന് ശേഷം എന്താണ് സന്ദീപിനോട് പറഞ്ഞത്. സന്ദീപിന് ഇത് കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവും. സന്ദീപ് നിൽക്കുന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെട്ടു. എല്ലാം ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ. താങ്ക്